എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ റിസൾട്ട് പരിശോധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് results.hsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമായിരുന്നു +1 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയെക്കുറിച്ചുള്ള കാര്യം. അപ്പോൾ +1 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയെക്കുറിച്ചുള്ള കാര്യവും +2 അല്ല, ഈ ഒരു +1ൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട മിനിമം മാർക്ക് എത്രയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്കുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് 80 മാർക്കുള്ള സബ്ജക്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ 60 മാർക്കുള്ള സബ്ജക്റ്റ് ഉണ്ടാവും. അപ്പോൾ 60 മാർക്കും 80 മാർക്കുള്ള സബ്ജക്റ്റിൽ നിങ്ങൾക്ക് TE മാർക്ക്, അതായത് നിങ്ങൾക്ക് പരീക്ഷയിൽ കിട്ടിയിട്ടുള്ള മാർക്ക്, അതായത് നിങ്ങളുടെ റിസൾട്ടിൽ കൃത്യമായിട്ട് TE എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ CE എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ GM എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് TE മാർക്കാണ്. ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ കൂട്ടും, എന്നാൽ CE മാർക്ക് കൂട്ടുന്നതല്ല. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് TE മാർക്ക്, അത് പരീക്ഷയിൽ കിട്ടിയിട്ടുള്ള മാർക്ക് നിങ്ങൾ നോക്കുക. 80 മാർക്കിൽ നിങ്ങൾക്ക് 24 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ജയിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. 60 മാർക്ക് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 18 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് 24 പകരം നിങ്ങൾക്ക് ഇപ്പോൾ 48 മാർക്കാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. 80ൽ 48ആണ്, അതുപോലെ 60ൽ നിങ്ങൾക്ക് 36 മാർക്കാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് ഡബിൾ പാസ്സാണ്, അതായത് +2ന് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിപ്പോൾ സയൻസ് ഗ്രൂപ്പോ അല്ലെങ്കിൽ +2ന് ശേഷം നല്ലൊരു കോഴ്സ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു മാർക്കൊന്നും നോക്കേണ്ടതില്ല. നിങ്ങൾക്കിപ്പോൾ ജയിച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഈ ഒരു 80ൽ 24 അല്ലെങ്കിൽ 60ൽ 18 മാർക്കോ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത +2 ക്ലാസ്സാണ് നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക. കാരണം നിങ്ങളിപ്പോൾ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഫാർമസി, അതുപോലെ തന്നെ മെഡിക്കൽ, അതുപോലെ ആർക്കിടെക്ചർ, ഇതുപോലെ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു +2വിനാണ് നന്നായിട്ട് കൂടുതൽ മാർക്ക് വാങ്ങിക്കേണ്ടത്. അപ്പോൾ +1ന് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കേണ്ടതില്ല, +2ന് നിങ്ങൾ കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ 80ൽ ഒരു 70 മാർക്ക്, അതുപോലെ 60ൽ ഒരു 50 മാർക്ക് ഒക്കെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. +2വിൻ്റെ പരീക്ഷയിൽ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. +1ന് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് +2ന് കിട്ടില്ല എന്നൊന്നുമില്ല. നിങ്ങൾ ഇപ്പോൾ തൊട്ട് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ +1ന് മാർക്ക് കുറവാണ്, അതുകൊണ്ട് തന്നെ +2 പഠിച്ചാൽ കിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ആ ഒരു +2 റിസൾട്ട് വന്ന ശേഷം ഫെയിൽഡായിട്ടൊക്കെ വളരെയധികം നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് +1ന് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ നിലവിൽ ഇനി +2ൽ അത് ആലോചിച്ച് ജയിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് ആലോചിക്കേണ്ടതില്ല. കാരണം +2ന് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ കീം, അതായത് എഞ്ചിനീയറിംഗ്, അതുപോലെ മെഡിക്കൽ വിഭാഗങ്ങളിലൊക്കെ, അതുപോലെ ഫാർമസി വിഭാഗങ്ങളിലൊക്കെ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇനി +2വിന് നന്നായിട്ട് പഠിക്കുക. കാരണം +2വിൻ്റെ മാർക്കാണ് അതിനൊക്കെ അഡ്മിഷനായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നന്നായിട്ട് പഠിച്ച്, അത് +2വിന് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകും, 80ൽ നിങ്ങൾക്കൊരു 24 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും, അതുപോലെ തന്നെ 60ൽ നിങ്ങൾക്ക് ഒരു 18 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ +1 ജയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതായത് TE മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ ഡബിളായിട്ട്, അതായത് 80ൽ 48 അല്ലെങ്കിൽ 60ൽ 36 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡബിൾ പാസ് മാർക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൽ കൂടുതൽ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് നിലവിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് ആലോചിക്കാതെ +2വിന് നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട സംശയത്തിലേക്ക് വരാം. +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ. +1 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നിങ്ങൾക്ക് എത്ര വിഷയം എഴുതാം, പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ എപ്പോഴാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, +1ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എത്ര വിഷയം എഴുതാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് +1ന് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് ഉണ്ടാവുക. അപ്പോൾ +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നിങ്ങൾക്ക് 3 സബ്ജക്റ്റാണ് ഇംപ്രൂവ്മെൻറ്റ് എഴുതാനായിട്ട് പറ്റുക. ഒരു സബ്ജക്റ്റിന് 150 രൂപയാണ് പെർ സബ്ജക്റ്റ് ഫീസ്, 40 രൂപയാണ് സർട്ടിഫിക്കറ്റ് ഫീസ് ഉണ്ടാവുക. അതുപോലെ തന്നെ സേ പരീക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ +1ന് ഇപ്പോൾ, അതായത് 60 മാർക്ക് സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 18, 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 24 മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ സേ അല്ല എഴുതേണ്ടത്, +1ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് എഴുതേണ്ടത്. സേ പരീക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൻ്റെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഹാജരാവാൻ സാധിച്ചിട്ടില്ല, ഏതെങ്കിലും വിഷയം പരീക്ഷ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ
അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് ഈ ഒരു സേ പരീക്ഷ എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഏതെങ്കിലും വിഷയങ്ങളിൽ മാർക്ക് കുറവുണ്ട്, അതായത് 18 അല്ലെങ്കിൽ 24 കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് എഴുതേണ്ടത്. ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ 3 വിഷയമാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ പരീക്ഷ നിങ്ങൾ എഴുതാനായിട്ട് വിട്ടുപോയി, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ സേ പരീക്ഷയായിട്ട് നിങ്ങൾക്ക് മാക്സിമം 3 സബ്ജക്റ്റുകൾ വരെയാണ് എഴുതാനായിട്ട് സാധിക്കുക. മാർക്ക് കുറഞ്ഞവർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ പരീക്ഷ എഴുതാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്ക് 3 വിഷയം വരെ സേ പരീക്ഷ എഴുതാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരു വിദ്യാർത്ഥിക്ക് മാക്സിമം 6 സബ്ജക്റ്റ് വരെയാണ് എഴുതാൻ പറ്റുക. അതായത് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞ സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് 3 എഴുതാം. നിങ്ങൾ ആബ്സെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് സേ ആയിട്ട് 3 വിഷയങ്ങൾ വരെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതായത് ഒരു 3 സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥിക്ക് അതുപോലെ തന്നെ 3 സബ്ജക്റ്റിന് മാർക്ക് കുറവുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് 6 സബ്ജക്റ്റ് വരെ നിങ്ങൾക്ക് ഈ ഒരു +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് എഴുതേണ്ടത്. അതോടൊപ്പം നിങ്ങൾ എത്ര സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയിട്ടുണ്ടോ ആ ഒരു സബ്ജക്റ്റ് കൂടി ഈ ഒരു 3 സബ്ജക്റ്റ് കൂടാതെ തന്നെ അതിനോടൊപ്പം എഴുതാവുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ +1 പരീക്ഷ എഴുതി. അപ്പോൾ അതിൽ എനിക്ക് 3 സബ്ജക്റ്റിന് മാർക്ക് കുറവാണ്. അതായത് മാർക്ക് ഈ ഒരു 18 കിട്ടിയിട്ടില്ല. അതായത് 60 മാർക്ക് സബ്ജക്റ്റിൽ 18 കിട്ടിയിട്ടില്ല. 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ എനിക്കൊരു 10 മാർക്കേ കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ഇവിടെ 18 മാർക്ക് കിട്ടിയിട്ടില്ല, ജസ്റ്റ് ഒരു 15 മാർക്കേ കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ 3 സബ്ജക്റ്റുകൾ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഇംഗ്ലീഷിൻ്റെ പരീക്ഷയ്ക്ക് ആബ്സെൻ്റ് ആയിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്കിപ്പോൾ 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാം. അതോടൊപ്പം തന്നെ ഒരു സബ്ജക്റ്റ് ഞാൻ ആബ്സെൻ്റ് ആയതുകൊണ്ട് തന്നെ അത് സേ പരീക്ഷയായിട്ട് എഴുതാം. അത് 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ +1 പരീക്ഷ എഴുതാൻ ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികളും ജയിക്കാത്ത വിദ്യാർത്ഥികളായിരുന്നാൽ നിങ്ങൾക്ക് 3 സബ്ജക്റ്റാണ് മാക്സിമം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. നിങ്ങൾ ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇതിനോടൊപ്പം നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റാണോ ആബ്സെൻ്റ് ആയിട്ടുള്ളത്, 3 സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ 3, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റുകൾ കൂടി സേ പരീക്ഷയായിട്ട് നിങ്ങൾക്ക് ഇതോടൊപ്പം എഴുതാനായിട്ട് പറ്റും. ഇനി +1 സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, +1 സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ 2026 മാർച്ച് മാസത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ 2026 മാർച്ച് മാസത്തിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടാകുന്നത് നിങ്ങളുടെ +2 പരീക്ഷ രജിസ്ട്രേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളോട് സ്കൂളിൽ നിന്ന് +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പറയുന്ന സമയത്ത് ആ ഒരു സമയത്താണ് +1 പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ഉണ്ടാവുക. അപ്പോൾ ഇനിയുള്ള +1 സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുന്നത് +1 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടിയായിരിക്കും. അപ്പോൾ ഇപ്പോൾ +1 അലോട്ട്മെൻറ്റ് അഡ്മിഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് 2026 മാർച്ച് മാസത്തിൽ പബ്ലിക് എക്സാമിനേഷൻ നടത്തും. അപ്പോൾ അതിനോടൊപ്പമാണ് നിങ്ങൾക്കുള്ള +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടാവുക നിങ്ങൾക്ക് +2 പരീക്ഷയുടെ രജിസ്ട്രേഷൻ എപ്പോഴാണ് വരുന്നത് ആ ഒരു സമയത്ത് നിങ്ങളോട് സ്കൂളിൽ നിന്ന് പറയും +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കും നിങ്ങൾക്ക് എഴുതാമെന്നല്ല രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പരീക്ഷ ഉണ്ടായിരിക്കുക നിങ്ങൾക്ക് +2 പരീക്ഷയുടെ ഇടവിട്ട ദിവസങ്ങളായിട്ടായിരിക്കും. അതായത് +2 പരീക്ഷ ഇപ്പോൾ തിങ്കളാഴ്ച ഉണ്ടെങ്കിൽ ചൊവ്വാഴ്ച ബുധനാഴ്ച ഒക്കെ ആയിരിക്കും +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ. അത് +1 പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടിയായിരിക്കും +1 ഇമ്പ്രൂവ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ +1 ആ ഒരു പബ്ലിക് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികളോടൊപ്പം തന്നെയാണ് നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും എഴുതേണ്ടതായിട്ട് വരിക. അപ്പോൾ +2 പരീക്ഷ നടക്കുന്ന ആ ഒരു സെയിം ടൈമിൽ തന്നെയായിരിക്കും +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് +2 രജിസ്ട്രേഷൻ എപ്പോഴാണോ വരുന്നത്, അതായത് +2 പബ്ലിക് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് എപ്പോഴാണ് വരുന്നത് ആ ഒരു സമയത്താണ് വിദ്യാർത്ഥികൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് +2 പരീക്ഷയ്ക്ക്, അതായത് +2 ക്ലാസ്സുകൾ നിലവിൽ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക. അല്ലാതെ +1 മാർക്ക് കുറവാണെന്ന് വിചാരിച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് ജയിക്കാമെന്ന് വിചാരിച്ച് +2 പഠിക്കാതിരിക്കരുത്. +2 നന്നായിട്ട് പഠിക്കുക. കാരണം പല കോഴ്സുകൾക്കും, അതായത് ഇപ്പോൾ കീമാവുമ്പോൾ അതിൽ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ആർക്കിടെക്ചർ, അതുപോലെ തന്നെ നീറ്റ് ആകുമ്പോൾ അതിൽ മെഡിക്കൽ കോഴ്സുകൾ വരുന്നുണ്ട്, അതുപോലെ നഴ്സിംഗ്, അതുപോലെ വിവിധ വിഭാഗങ്ങളിലേക്ക് അഡ്മിഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പരിഗണിക്കുന്നത് നിങ്ങളുടെ +2 മാർക്കാണ്, അല്ലാതെ +1 മാർക്കല്ല. അതുകൊണ്ട് തന്നെ +1 മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ അത് +2 നന്നായിട്ട് പഠിക്കാതെ വെറുതെ ഇരിക്കരുത്. +2 നന്നായിട്ട് പഠിച്ച് ഇപ്പോൾ മുതൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് +2 മികച്ചൊരു മാർക്ക് തന്നെ, അതായത് A+ തന്നെ വേണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.